ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആങ്കറേജ് ഫോർ റീഎൻഫോഴ്സ്മെൻറ്റ് ബാസ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെൻറ്റിനെ എങ്ങനെ ആങ്കറേജ് ചെയ്യണം. ആങ്കറേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പായി പോവാതിരിക്കാൻ, അല്ലേ? നമ്മൾ ചിലപ്പം ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ കോൺക്രീറ്റും അതുപോലെ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റും എൻഡിൽ, ആ ബാറിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ, എൻഡ് പോർഷൻ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ആങ്കറിങ് ബാർസ് ഇൻ ടെൻഷൻ. അതായത് ടെൻഷൻ സോണിലുള്ള ബാർ ആങ്കർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ള, ബെൻഡ് ചെയ്യുമ്പോൾ എത്ര ലെങ്ത് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡീഫോംഡ് ബാർസ് മേ ബി യൂസ്ഡ് വിത്തൗട്ട് എൻഡ് ആങ്കറേജസ് പ്രൊവൈഡഡ് ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർമെന്റ് ഈസ് സാറ്റിസ്ഫൈഡ്. ഇപ്പം ഡീഫോംഡ് ബാർസ് ആണെങ്കിൽ HYSD ബാർസ് ആണെങ്കിൽ നമുക്ക് ആ ഡെവലപ്മെന്റ് ലെങ്ത് അവിടെ ഉണ്ടായാൽ മതി. അതായത് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതലുള്ള ഇക്വേഷനിലെ പേജ് നമ്പർ 42 ആ ഇക്വേഷൻ പ്രകാരം ഡെവലപ്മെന്റ് ലെങ്ത് ഉണ്ടായാൽ മതി. സ്ട്രെയിറ്റ് ബാർസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീഫോംഡ് ബാർസ് പ്രൊവൈഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ ആങ്കറേജസ് ഇല്ലാതെ, എൻ്റെ ആങ്കറേജസ് എന്ന് പറയുമ്പോൾ ഇപ്പം ബെൻഡ് ചെയ്തിട്ടോ ഹുക്ക് പോലെയോ വളച്ചു കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം ഡീഫോംഡ് ബാർസ്. ആ ഡെവലപ്മെന്റ് ലെങ്ത് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഡീഫോംഡ് ബാർസ് മേ ബി യൂസ്ഡ് വിത്തൗട്ട് എൻഡ് ആങ്കറേജസ് പ്രൊവൈഡഡ് ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർമെന്റ് ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഹൂക്ക് ഷുഡ് നോർമലി ബി പ്രൊവൈഡഡ് ഫോർ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ. ഹൂക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതായത് പ്ലെയിൻ ബാർസ് ആണെങ്കിൽ, അതായത് ഈ HYSD ബാർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറുഗേഷൻസ് അല്ലെങ്കിൽ റിപ്സ് ഉണ്ടാവും. എന്നാൽ മൈൽഡ് സ്റ്റീലിലേക്ക് വരുമ്പോൾ അത് പ്ലെയിൻ ആയിരിക്കും. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻഡിൽ എന്തായാലും ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഹൂക്ക് പോലെ അതിൻ്റെ എൻഡ് സോണിൽ വളച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് ബെൻഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അതിൽ ബി പാർട്ട്, ബെൻഡ്സ് ആൻഡ് ഹൂക്സ്. ബെൻഡ്സ് ആൻഡ് ഹൂക്സ് ഷാൽ കൺഫോം ടു IS 2502. അപ്പോൾ ബെൻഡും ഹുക്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ IS 2502 പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ബെൻഡ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ, ബെൻഡ്സ്. ദ ആങ്കറേജ് വാല്യൂ ഓഫ് ബെൻഡ് ഷാൽ ബി ടേക്കൺ 4 times the diameter of the bar for each 45-degree bend, subjected to a maximum of 16 times the diameter of the bar. ഓക്കെ, അതായത് ബാർ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഓരോ 45 ഡിഗ്രി ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ആ ബെൻഡ് ചെയ്തതിന് ശേഷമുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് 4 times the diameter ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ബെൻഡ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത് 4 times, ഓരോ 45 ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് 4 times ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ട് വരും. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 45 ഡിഗ്രിയാണ് ബാർ ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാർ എൻഡിലേക്ക് വന്ന 45 ഡിഗ്രി ബെൻഡ് ചെയ്ത് നമ്മൾ ആ പ്രോപ്പർ ആങ്കറേജ് കിട്ടാൻ, അതായത് പ്രോപ്പർ ആ സ്ലിപ്പ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരിക്കണം? ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബാർ, ടെൻഷൻ സോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാർ ഇപ്പോൾ 10 mm ആണെങ്കിൽ ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 × 10 40 mm ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാർ ബെൻഡ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ, 90 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ബെൻഡ് ചെയ്തിട്ടുള്ള പോർഷന് ശേഷമുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് 8 ഡൈ ആയിരിക്കണം. ഓക്കെ, കാരണം ഓരോ 45 ഡിഗ്രിയിലും 4 ഡൈ ഇൻക്രീസ് ചെയ്ത് വരും. 45 ഡിഗ്രിയിൽ വേണ്ട ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ആ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 4D ആയിരുന്നു. എന്നാൽ അത് 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പം അത് 8D ആയിരിക്കും അവിടെ വേണ്ട റിക്വയർമെൻറ്റ്. അതേപോലെ ഇപ്പോൾ നമ്മൾ 135 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേണ്ട ലെങ്ത് എന്ന് പറയുന്നത്, ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 12D ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ 16D ആയിരിക്കും അവിടെ വേണ്ട ബെൻഡിൻ്റെ വാല്യൂ. ഓക്കെ, ബെൻഡിൻ്റെ ആ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആങ്കറേജ് വാല്യൂ ഓഫ് ബെൻഡ് ഷാൽ ബി ടേക്കൺ ആസ് 4 times the diameter of the bar for each 45 degree bend. അപ്പോൾ നമ്മൾ ഏത് ആംഗിളിലാണോ ബെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ ലെങ്ത് ഉണ്ടായിരിക്കണം. വെറുതെ ചുമ്മാ 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ ബെൻഡ് ചെയ്ത പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4D ഉണ്ടായിരിക്കണം. ഡയമീറ്ററിൻ്റെ 4 × ആ ഡയമീറ്റർ ഉണ്ടായിരിക്കണം ലെങ്ത്. ഇപ്പം 90 ഡിഗ്രി ആണെങ്കിൽ 8 × D ഉണ്ടായിരിക്കണം. ഓരോ 45 ഡിഗ്രി നമ്മൾ ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും 4D ലെങ്ത് അവിടെ ഇൻക്രീസ് ചെയ്തിട്ടേ വരണം. മാക്സിമം 16 times ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മാക്സിമം അവിടെ ഉണ്ടായിരിക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 16 times ഡയമീറ്റർ ഓഫ് ദ ബാർ, 16 × D. അതായത് ഇപ്പോൾ 10 mm ബാർ ആണെങ്കിൽ 16 × 10 160 mm ആയിരിക്കും അവിടെ വരുന്ന ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡ് പ്രൊവൈഡ് ചെയ്യുക.
ഇനി ഹൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയിലുള്ള ബെൻഡ് തന്നെയാണ് ഹൂക്ക് എന്ന് പറയുന്നത് അല്ലേ, 180 ഡിഗ്രിയിലുള്ള ബെൻഡ്. അപ്പോൾ 180 ഡിഗ്രിയിലുള്ള ബെൻഡ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിക്ക് 4D ആണ് നമ്മൾ കൊടുക്കേണ്ട ആങ്കറേജ് വാല്യൂ എങ്കിൽ ഇത് ഇപ്പോൾ 180 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ 180ൽ 45 എത്ര എണ്ണം 4 ഉണ്ട് അല്ലേ. അപ്പോൾ 4 × 4D എന്ന് പറഞ്ഞു വരും. അപ്പോൾ 16D ആണ് അവിടെ കൊടുക്കുക, അവിടെ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഹൂക്കിൽ ദ ആങ്കറേജ് വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് യു ടൈപ്പ് ഹൂക്ക് ഷാൽ ബി ഈക്വൽ ടു 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. അപ്പോൾ ഹൂക്കിൻ്റെ കേസിൽ ആ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫിഗർ കാണാനായിട്ട് പറ്റും. ഇവിടെ 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറിൽ ടോപ്പിൽ നോക്കുമ്പോൾ 180 ഡിഗ്രിയിലാണ് അത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുമ്പോൾ അത് ബെൻഡ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന ബാറിന് വേണ്ട ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 8 × ഡൈ ആണ് അല്ലേ. അപ്പോൾ അവിടെ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ ആ ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന 5. ഓക്കെ, അപ്പം ഇവിടെ വേണ്ട ഇതിൻ്റെ ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ നോക്കിയാൽ ഈ ബാറാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാറാണ് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബാറിൽ ഇപ്പം 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് 8 × ഡയ. ഓക്കെ, ആ ബെൻഡ് ചെയ്ത ആ പോർഷന് തൊട്ടിട്ടുള്ള ആ ഡിസ്റ്റൻസ് 8 × ഡയ ഉണ്ടായിരിക്കണം. ഓക്കെ, 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോൾ. അതേപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുമ്പോൾ അത് 180 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോൾ ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ തൊട്ടിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ബെൻഡിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 16 × ഡയ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ബോട്ടത്തിൽ കാണാം 16 × ഡയ ബ്ലാക്ക് കളറിൽ കാണാം. അപ്പോൾ അത് ബെൻഡ് ചെയ്യുമ്പോൾ ആ ബെൻഡ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പോയിന്റ് തൊട്ടിട്ട് 16 ഡയ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫിഗർ പ്രകാരമാണ് 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോഴും 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇതേപോലെ 45 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോഴും ആ ബെൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 × ഡയ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുമ്പോൾ അവിടെ 4 ഡയയാണ് ആ ബെൻഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്ന, കേർവ് ചെയ്തിട്ട് ആ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈറ്റ് വന്നിരിക്കുന്ന 4 × ഡൈ ആണ്. അപ്പോൾ ആ ലെങ്ത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ബെൻഡ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് ഈ എൻഡിലേക്ക് വരും, ബെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂന്ന് ആ ബെൻഡിൻ്റെ ഏറ്റവും എഡ്ജ് പോയിന്റിലേക്ക് എങ്ങനെയാണോ നമ്മൾ ബെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് n × ഡൈ ആയിരിക്കണം. ഓക്കെ, അതായത് ഈ ഫിഗറിൽ പ്രകാരമായിരിക്കും നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ 16 ഡയ ആ ബെൻഡിൻ്റെ ലെങ്ത് അതായത് ആങ്കറേജ് വാല്യൂ ഉണ്ടായിരിക്കണം. 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് 8 × ഡയ വാല്യൂ ആങ്കറേജ് വാല്യൂ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 45 ഡിഗ്രി ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ 4 × ഡയ ഉണ്ടായിരിക്കണം. അതേപോലെ 135 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ 12 × ഡയ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ടെൻഷൻ സോണിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് വരച്ചിരിക്കുന്നതിൽ ക്രൈറ്റീരിയൽ N ഡയ എന്ന് പറഞ്ഞ് കാണാം, N ഡയ N5. ഓക്കെ, അപ്പം N5 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈൽ സ്റ്റീൽ ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ N = 2 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ലെങ്ത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ ആ ബെൻഡ് ചെയ്യുന്ന ആ N5 എന്ന് പറഞ്ഞ് വരുന്ന വാല്യൂ 2 കൊടുത്തിട്ടുള്ളതായിരിക്കും മൈൽ സ്റ്റീൽ ആണെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത്. അതേപോലെ ഡീഫോംഡ് ബാസ് ആണെങ്കിൽ 4 കൊടുത്തിട്ടുള്ളതായിരിക്കും, 4 × 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ആ ബെൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാനുള്ളത് ഈ ഒരു ലെങ്ത് അവിടെ വരണം എന്നുള്ളതാണ്. അതേപോലെ 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ N5 എന്നുള്ള വാല്യൂ വരണം. ഓക്കെ, ഈ രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നത് ടെൻഷൻ സോണിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആങ്കറിംഗ് ബാസ് ഇൻ കംപ്രഷൻ. ഇത് പറഞ്ഞിരിക്കുന്നത് 26.2.2.2ലാണ് IS 456-2000. അതുപോലെ തന്നെ ആങ്കറിംഗ് ബാസ് ഇൻ ടെൻഷൻ 26.2.2.1ലാണ്. അത് നിങ്ങൾ കോഡിൽ വായിച്ച് നോക്കണം. The anchorage length of straight bar in compression shall be equal to development length of bars in compression as specified in 26.2.1. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് 42 പേജ് നമ്പർ 42ൽ പറഞ്ഞിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആ ഇക്വേഷൻ പ്രകാരം കിട്ടിയ വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ,
The projected length of hooks, bends and straight length beyond bends, if provided for a bar in compression, shall only be considered for development length. ഇപ്പം ഹൂക്ക്, ബെൻഡ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലെങ്ത് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ബെൻഡിൻ്റെ ശേഷം സ്ട്രെയിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഹൂക്ക്, ബെൻഡൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ലെങ്ത്തും കൂടി എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്ട്രെയിറ്റ് ബാർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ ലെങ്ത്ത്, ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം ബെൻഡായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ബെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഹൂക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, 26.2.2.3 Mechanical devices for anchorage. Any mechanical or other device capable of developing the strength of the bar without damage to concrete may be used as anchorage with the approval of engineer in charge. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും അല്ലേ, എൻഡിലേക്ക് ബെൻഡോ ഹൂക്കോ ആയിട്ടൊക്കെയാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുക. ഇനി വേറെ രീതിയിൽ ഇപ്പം വേറെ എന്തെങ്കിലും സംവിധാനം, ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ അറ്റത്തേക്ക് ബെൻഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഒരു പോർഷൻ വെൽഡ് ചെയ്തിട്ട് അതിനോട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നട്ട് പോലെ ഇടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നോർമലി പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും അതിന് സ്ലിപ്പായി പോകാനുള്ള ടെൻഡൻസി കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എഞ്ചിനീയറിൻ്റെ അപ്രൂവലോട് കൂടിയേ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ആ സ്ട്രെങ്ത്, അത് കിട്ടേണ്ട സ്ട്രെങ്ത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി മെക്കാനിക്കൽ ഓർ അതർ ഡിവൈസ് കേപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബാർ വിത്തൗട്ട് ഡാമേജ് ടു കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റിന് ഡാമേജ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് അത് ആങ്കറേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതായത് ബാർ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഹൂക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ബെൻഡ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഈ ബാറിൻ്റെ അറ്റത്ത് നമ്മൾ എന്തെങ്കിലും അറ്റത്തേക്ക് വരുമ്പം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സ്ട്രെങ്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പീസ് ഓഫ് സ്റ്റീലൊക്കെ വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി പ്ലെയിൻ ആയിട്ട് ആ ബാർ ഇടുന്നതിനേക്കാളും കൂടുതൽ സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് 26.2.2.4 ആങ്കറിങ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആങ്കർ ചെയ്യുന്ന കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തത് ഇൻക്ലൈൻ ബാർസ്. ഓക്കെ, അതായത് ബെൻഡ് ബാർസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാർ, അത് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എടുക്കുന്നതെന്നും അത് എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇൻക്ലൈൻഡ് ബാർസ്, ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഷാൽ ബി ആസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ. അപ്പോൾ ടെൻഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാർ പോലെ തന്നെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എടുക്കുക. ഓക്കെ, ദിസ് ലെങ്ത് ഷാൽ ബി മെഷേർഡ് ആസ് സെൻറ്റർ, അതായത് നമ്മൾ നോർമലി പേജ് നമ്പർ 42 ഇക്വേഷൻ പ്രകാരം തന്നെയാണ് ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക, എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ മെഷർ ചെയ്യുന്നത്, ഈ ലെങ്ത് എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻ ടെൻഷൻ സോൺ ഫ്രം ദ എൻഡ് ഓഫ് ദ സ്ലോപ്പിംഗ് ഓർ ഇൻക്ലൈൻ പോർഷൻ ഓഫ് ദ ബാർ. ടെൻഷൻ സോണിലാണെങ്കിൽ ആ സ്ലോപ്പിങ്ങിൻ്റെ എൻഡിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ആ അവിടെ സ്ലോപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷൻ്റെ എൻഡ് പോർഷൻ. ഓക്കെ, ആ ടെൻഷൻ സോൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ കേസിൽ വരുന്നത് ബോട്ടത്തിലാണ് ടെൻഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ആ ടെൻഷൻ സോണിൽ ഈ ബാർ ബെൻഡ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട മിനിമം ആ സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ടെൻഷൻ സോണിൽ ആ സ്ലോപ്പിംഗ് പോർഷൻ്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പം ടെൻഷൻ സോൺ ബോട്ടത്തിലാണെങ്കിൽ ആ ബോട്ടം സോൺ, ആ ബോട്ടത്തിൽ ആ ഇൻക്ലൈൻഡ് പോർഷൻ എൻഡ് ചെയ്യുന്ന പോർഷൻ, മനസ്സിലായോ? ആ പോർഷൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് ഇൻ കംപ്രഷൻ സോൺ ഫ്രം ദ മിഡ് ഡെപ്ത് ഓഫ് ദ ബീം. കംപ്രഷൻ സോൺ ആണെങ്കിൽ ആ ബെൻഡപ്പ് ബാറിൻ്റെ ലെങ്ത്ത്, ആ ബെൻഡപ്പ് ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാറിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യുക, അതായത് മെഷർ ചെയ്യുക ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഹാഫിൽ നിന്നാണ്. ഓക്കെ, അതായത് മിഡിൽ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ ക്രോസ് സെക്ഷൻ്റെ മിഡിൽ പോർഷനിൽ നിന്നാണ് ആ ബെൻഡപ്പ് ബാറിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആവും. ഇത് ആങ്കറിങ് ഇൻക്ലൈൻ ബെൻഡപ്പ് ബാർസ് ഇൻ ടെൻഷൻ സോണിൽ ബെൻഡപ്പ് ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ടെൻഷൻ സോണിൽ മെഷർ ചെയ്യുന്നതാണ് ഇവിടെ കാണാനായിട്ട് കാണുന്നത്. ഈ പോയിന്റ് കാണിച്ചിരിക്കുന്നത്, ദിസ് പോയിന്റ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് കട്ട് ഓഫ് പോയിന്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡെവലപ്മെന്റ് ലെങ്ത് ഇൻ ടെൻഷൻ സോൺ. അപ്പോൾ ടെൻഷൻ സോണിൽ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡെവലപ്മെന്റ് ലെങ്ത് എടുക്കുക. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അങ്ങോട്ടാണ് ഡെവലപ്മെന്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ബെൻഡപ്പ് ബാറിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ടെൻഷൻ സോണിൽ LD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് നോർമൽ കേസിലൊക്കെ അത് ഓട്ടോമാറ്റിക്കലി അത് സാറ്റിസ്ഫൈ ആവും ടെൻഷൻ സോണിലുള്ളത്. ഓക്കെ, അപ്പം മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഇൻക്ലൈൻഡ് പോർഷൻ്റെ എൻഡിൽ. ടെൻഷൻ സോൺ എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ വരുന്നതാണ്. അപ്പം ബോട്ടത്തിലുള്ള ഇൻക്ലൈൻഡ് പോർഷൻ്റെ എൻഡ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റാണ് അവിടെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? LD ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതായത് LD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ലെങ്ത്തിൻ്റെ ആ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, കംപ്രഷൻ സോണിലേക്ക് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ആ ബീമിൻ്റെ ഡെപ്തിൻ്റെ ഹാഫിൽ നിന്നാണ് അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ബീമിൻ്റെ ഡെപ്തിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ ആ ബാർ ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന സമയത്ത് ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷനിലാണ് ആ ബീമിൻ്റെ ഡെപ്തിൻ്റെ ഹാഫ് വരുന്നത് അല്ലേ? അതാണ് ഇവിടെ B എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം കംപ്രഷൻ സോണിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഡെവലപ്മെന്റ് ലെങ്ത് B എന്ന് പറയുന്ന അവിടെ നിന്നാണ് മെഷർ ചെയ്യാം. ഓക്കെ, അവിടെ LD എന്ന് പറയുന്നത് എനിക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. ഓക്കെ, കംപ്രഷൻ സോണിൽ ഇപ്പം ബെൻഡപ്പ് ചെയ്ത് നമ്മൾ കയറ്റുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ആ ബീമിൻ്റെ ഡെപ്തിൻ്റെ ഹാഫിൽ അവിടെ നിന്ന് LD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ഷിയറിന് റെസിസ്റ്റ് ചെയ്യുന്ന മെയിൻ ടൈപ്പ് സ്റ്റിറപ്സ് ആണ് അല്ലേ? അപ്പോൾ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ട ആങ്കറേജിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് in case of secondary reinforcement such as stirrups and transverse ties, complete development length and anchorage shall be deemed to have been provided when the bar is bent through an angle of at least 90 degree round a bar of at least its own diameter and is continued beyond the end of the curve for a length of at least 8 diameters. അതായത് നമ്മളിപ്പം സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിറപ്സിൻ്റെ എൻഡിൽ 90 ഡിഗ്രിയാണ് ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ എൻസ് വരയ്ക്കാറുണ്ടായിരുന്നു അല്ലേ? 2 എൻഡ് വരയ്ക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ എൻസ് വരയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു വരയ്ക്കാൻ. അതേപോലെ ഇത് 90 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓക്കെ, അത് ബെൻഡ് ചെയ്തിരിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? അത് ബെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ വരച്ചതൊക്കെ അല്ലേ? ബാർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വരണമെങ്കിൽ 45, 90, 135 അല്ലേ? ആ രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 135 ഡിഗ്രിയിലാണ് അത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ 45 ഡിഗ്രി എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മെയിൻ ബാറിനെ ചുറ്റിയിട്ടാണല്ലോ സ്റ്റിറപ്സ് ഉണ്ടാവുക. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ബാറിനെ ചുറ്റിയിട്ടുള്ള ഈ സിറപ്പ് ആ മെയിൻ ബാറുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഒരിക്കലും ആ മെയിൻ ബാർ എന്ന് പറയുന്നത് ഈ സിറപ്പിൻ്റെ ഡയേനേക്കാളും കുറയാൻ പാടില്ല. ഒന്നെങ്കിൽ ഈ സിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ സിറപ്പ് നമ്മൾ ആ ബാറിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് കുറഞ്ഞ ഡയമീറ്റർ വരാൻ പാടില്ല. അതായത് ഇപ്പോൾ 12 mm സ്റ്റിറപ്സ് ഒന്നും 10 mm മെയിൻ ബാറുള്ളതിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഇപ്പം 8 mm കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ആ എത്രയാണോ സിറപ്പ് വരുന്നത് അതേ ഡയ തന്നെ ആ മെയിൻ ബാർ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് മെയിൻ ബാറിനേക്കാളും കൂടിയ ഡയമീറ്റർ ഒരിക്കലും നമ്മൾ സിറപ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ബെൻഡ് ചെയ്ത് ഉടനെ സ്റ്റോപ്പ് ചെയ്യരുത്. ബെൻഡ് ചെയ്തിട്ട് ആ കേവ് കഴിഞ്ഞിട്ട് വരുന്ന ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് കുറഞ്ഞത് 8D ഉണ്ടായിരിക്കണം. അതായത് ആ ബാറിൻ്റെ നമ്മുടെ സിറപ്പിൻ്റെ 8 ഡയമീറ്റർ ഉണ്ടായിരിക്കണം.
ഓക്കെ, എത്ര ഡൈ ആണോ കൊടുത്തത് അതിൻ്റെ ഇൻറ്റു 8 ടൈംസ് ഉണ്ടായിരിക്കണം. 90 ഡിഗ്രിയിലാണ് നമ്മൾ ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ. ഓർ വെൻ ദ ബാർ ഈസ് ബെൻഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 135 ഡിഗ്രി, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഫിഗർ വരച്ചിരിക്കുന്നത് 135 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് സിറപ്സ് ബെൻഡ് ചെയ്യുന്ന കേസായിരുന്നു നമ്മൾ പഠിച്ചത്. ത്രൂ ആൻ ആംഗിൾ ഓഫ് 135 ഡിഗ്രി ആൻഡ് ഈസ് കണ്ടിന്യൂഡ് ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ കേവ്. അപ്പോൾ ആ കഴിഞ്ഞിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ആയിട്ടാണ് ബെൻഡ് ചെയ്യുക അല്ലേ, ഇങ്ങനെ വളച്ച് ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. ആയിട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം വരുന്ന സ്ട്രെയിറ്റ് ലെങ്ത്, നമ്മൾ ആ കാണിക്കുന്ന ഫിഗറിൽ കാണിക്കുന്ന ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ എൻഡിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഈസ് കണ്ടിന്യൂഡ് ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ കർവ് ഫോർ എ ലെങ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 6 ബാർ ഡയമീറ്റേഴ്സ്. അതായത് ആ ലെങ്ത് എന്ന് പറയുന്നത് 6D ആയിരിക്കണം, 6D മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ 6D ലെങ്ത് ഉണ്ടായിരിക്കണം. നമ്മളിപ്പം ഇതിൽ വരയ്ക്കുമ്പോൾ ഡീറ്റെയിലിങ്ങിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടാൽ മതി, അതിൽ ലെങ്ത് കാണിക്കണം എന്നൊന്നുമില്ല. എന്നാൽ ശരിക്കും അവിടെ ഉണ്ടായിരിക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത് മിനിമം 6 ഇൻറ്റു ഡയമീറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സിറപ്പിൻ്റെ ഡയ ഇൻറ്റു 6 എത്രയാണോ ലെങ്ത് വരുന്നത് ആ ലെങ്ത് ആ കേവ് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്തിരിക്കണം. ആ കേവ് കണ്ടിന്യൂ ചെയ്തിട്ട് മിനിമം 6D ഡിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ വെൻ ദ ബാർ ഈസ് ബെൻഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. ഇപ്പം ബാർ ബെൻഡ് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണെങ്കിൽ, സിറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാർ ബെൻഡ് ചെയ്യുന്ന 180 ഡിഗ്രിയിലാണെങ്കിൽ ആൻഡ് ഈസ് കണ്ടിന്യൂഡ് ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ കർവ് ഫോർ ലെങ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 4 ബാർ ഡയമീറ്റേഴ്സ്. 180 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ബാറ് കേവ് കഴിഞ്ഞതിന് ശേഷം 4D, ഓക്കെ, 4D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്തിരിക്കണം, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആ കേവ് കഴിഞ്ഞ ഉടനെ നിർത്താതെ ഒരു 4D ഡിസ്റ്റൻസും കൂടി അധികം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഫിഗർ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ ഫസ്റ്റ് ഫിഗർ, ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു കേവ് കഴിഞ്ഞിട്ടും, അതായത് 90 ഇപ്പം നിങ്ങൾക്ക് 2 എൻഡ്സ് കാണാം സിറപ്പിൻ്റെ അല്ലേ. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് വന്ന് വീണ്ടും 90 ഡിഗ്രി ബെൻഡ് ചെയ്തു, 90 ഡിഗ്രി ബെൻഡ് ചെയ്തു, 90 ഡിഗ്രി ബെൻഡ് ചെയ്തു. ഈ ലാസ്റ്റ് എൻഡിലേക്ക് വന്നപ്പോഴും 90 ഡിഗ്രി തന്നെയാണ് ബെൻഡ് ചെയ്തത് അല്ലേ. ബെൻഡ് ചെയ്തിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കേവ് കഴിഞ്ഞിട്ടുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ബെൻഡ് ചെയ്യുന്ന കേസിൽ 8D ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ലെങ്ത്, ആ സ്ട്രെയിറ്റ്, ആ കേവ് കഴിഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെങ്ത് 2 എൻഡിലും 8D ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കോഡ് പറയുന്നത് സ്റ്റിറപ്സിൻ്റെ കേസ്. രണ്ടാമത്തെ ഫിഗറിൽ നടുക്കുള്ള ഫിഗർ നിങ്ങൾ കാണുന്നത് 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന കേസാണ്. ഓക്കെ, കേവായിട്ട് വന്നിട്ട് 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന കേസാണ് ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. അപ്പം ഇതുപോലെ 2 എൻഡിലും ആ ബെൻഡ് ചെയ്തിരിക്കുന്ന ആ കേവ് കഴിഞ്ഞിട്ട്, ആ കേവി പോർഷൻ കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4D ആണെന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. 4D, 4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ സിറപ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ ഇതാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത് അല്ലേ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എൻഡിൻ്റെ പോർഷൻ ഇതുപോലെ ഇങ്ങനെ ആ റീഇൻഫോഴ്സ് ബാറിന് ചുറ്റിയിട്ട് അകത്തേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കേസായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ കേവ് കഴിഞ്ഞിട്ട് ഈ എൻഡ് പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിൽക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6D ആണ്. 135 ഡിഗ്രി ആംഗിൾ ബെൻഡ് ചെയ്തിട്ടുള്ള കേസ്, അതായത് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ബെൻഡ് ചെയ്തിരിക്കുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാർ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. 45, 90, 135 ബെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ബാർ ഉള്ളത്. ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്ത് നിർത്തുമ്പോൾ ആ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറി നിൽക്കേണ്ട ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ കേവ് കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ 6D എന്നുള്ളതാണ്. ഓക്കെ, 6D ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ കോഡൽ പ്രൊവിഷൻസ് ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു.